നമസ്കാരം. ഏവരും ഉറ്റുനോക്കുന്ന ആ നിർണായക പോരാട്ടത്തിന്റെ വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് കേവലം വോട്ടുകളല്ല, മറിച്ച് വരാനിരിക്കുന്ന 5 വർഷത്തെ ദിശ കൂടിയാണ്. വികസനത്തിന്റെ തിളക്കവും വിവാദങ്ങളുടെ നിഴലും ഒരേപോലെ വിശേഷിച്ച ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് ഈ കടന്നു പോകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമ പദ്ധതികളും വോട്ടായി മാറുമോ, അതോ അവസാന നിമിഷം വരെ പുകഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ജനമനസ്സുകളെ സ്വാധീനിക്കുമോ? ഭരണപക്ഷത്തിന് ഇത് വികസനത്തിന്റെ സാക്ഷ്യപത്രമാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഇത് അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെയുള്ള ജനരോക്ഷമാണ്. എന്തിനായിരിക്കും ജനങ്ങൾ മുൻഗണന നൽകുന്നത്? പ്രധാന നേതാക്കന്മാർ അംഗത്തിനിറങ്ങുമ്പോൾ അവരുടെ ഉറക്കം കെടുത്താനെത്തുന്ന അപരന്മാർ വെറുമൊരു കൗതുകമാണോ, അതോ വോട്ട് നിലയിൽ നിർണായകമായ വിള്ളലുകൾ വീഴ്ത്തി അട്ടിമറികൾക്ക് അവർ കാരണമാകുമോ? പേരുസാമ്യം കൊണ്ട് വോട്ട് ചോരുന്ന സാഹചര്യം പ്രമുഖരുടെ ഭൂരിപക്ഷത്തെ എങ്ങനെയെല്ലാം ബാധിക്കും? കൊമ്പുകോർക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും മാറാത്തത് മാറും എന്ന പ്രഖ്യാപനവുമായി എത്തിയ NDA സഖ്യവും എത്രത്തോളം വോട്ടുകൾ നേടും? ന്യൂ ജനറേഷൻ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? എല്ലാ പ്രേക്ഷകർക്കും 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ഷാബു പ്രസാദ്, പൊതുപ്രവർത്തകയായ ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ അല്പസമയത്തിനുള്ളിൽ നമ്മളൊപ്പം ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് ജനറൽ കോർഡിനേറ്റർ ഷിജോ എടയാട്ടിൽ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്കാണ്. സാർ, അങ്ങേ കേൾക്കാമല്ലോ അല്ലേ? സർ, വിവാദങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കത്തി നിൽക്കുന്നത്. പലപ്പോഴും വികസനങ്ങളൊന്നും ചർച്ച ചെയ്യാതെ വിവാദങ്ങൾ മാത്രം പല സ്റ്റേജുകളിലും ഊതിപ്പെരുപ്പിച്ച് നേതാക്കൾ മുന്നോട്ട് പോവുകയാണ്. ഇവർ ലക്ഷ്യം വെക്കുന്നത് ജനവികസനം അല്ല, അല്ലെങ്കിൽ വിവാദങ്ങൾ മാത്രം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പുകഞ്ഞു നിന്നോട്ടെ എന്നാണോ? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? എന്താ വെച്ചാല്, വിവാദങ്ങൾ എപ്പോഴും നമ്മുടെ സമൂഹത്തിന് എപ്പോഴും വിവാദങ്ങൾ വലിയ ഇഷ്ടമാണ്. കാര്യം അത് വില കുറഞ്ഞ വിവാദം, ഈവൻ ലൈംഗിക വിവാദങ്ങളാണെങ്കിൽ പോലും അതിന്റെ ഒരു പെട്ടെന്ന് ഒരു ആൾക്കാരിലെ ഒരു താല്പര്യം ഉണർത്താനും അതിനെ ഒന്ന് ഫോളോ ചെയ്യാനും ഒക്കെയുള്ള ഒരു മാനസികമായ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് അവിടെയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ജനശ്രദ്ധ നേടാൻ ഏറ്റവും നല്ലത് വിവാദങ്ങളാണ്. പൊതുവെ അങ്ങനെ നമ്മള് സമൂഹത്തിന്റെ ആ ഒരു നിലവാരത്തെ കുറച്ച് കാണുകയൊന്നുമല്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടായ പല കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ജനശ്രദ്ധ നേടാനും ജനങ്ങളുടെ ഇടയിൽ ഒരു നിറഞ്ഞു നിൽക്കാനും ഏറ്റവും പറ്റിയ ഒരു മരുന്നായി ഈ വിവാദത്തെ രാഷ്ട്രീയക്കാരും ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിന്റെ വാസ്തവം. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ, ചൂടോടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതം, അവരുടെ ദൈനംദിനമായ കാര്യങ്ങള്, അത് വികസനം, ജീവിത സൗകര്യങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ശരിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതും മാറ്റിമറിക്കുന്നതും. അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ അതിനെ മുൻനിർത്തി ഒരു ചർച്ച ചെയ്യാൻ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ലാത്തത് ജനങ്ങൾക്ക് സാർ, ഞാൻ ശ്രദ്ധിക്കായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഡീൽ എന്ന് പറയുന്ന ഒരു വാക്കിന് പുറകെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേജിൽ നിന്ന് ഡീലിനെ കുറിച്ച് പറയുന്നു, നേരെ പിറ്റേ ദിവസത്തെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തുന്നു. ഇതിന് ഒരു ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഇടയിലുണ്ടാവുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതൊന്നും തന്നെ ചർച്ചയാവുന്നില്ല. ഒരു ഡീലിന് പുറകെ, ആ വാക്കിന് പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളം. അല്ല, അതിന്റെ കാരണം വേറൊന്നുമല്ല. അതായത് വികസനം മുൻനിർത്തി, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്, ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ്, ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുള്ളതും ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇങ്ങനെയുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ഒരു ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. പലപ്പോഴും ജനങ്ങളെ നേതാക്കന്മാർ പേടിക്കുകയാണോ എന്ന് തോന്നിപ്പോവും, ഇവരുടെ ഈ പരാമർശങ്ങളും വിവാദങ്ങളും ഒക്കെ കാണുമ്പോൾ. ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ അവർക്കൊരു മാതൃകയും മുമ്പിൽ വെക്കാനില്ല. ഞങ്ങൾ ഇന്നത് ചെയ്ത്, കഴിഞ്ഞ 10 വർഷമായിട്ട് അവരുടെ ഈ ഭരണമില്ല. അതുമല്ല, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, കേരളത്തിലും ഭരണമില്ല, ഒന്നുമില്ല അവരുടെ കയ്യിൽ. മുമ്പോട്ട് വെക്കാൻ ഒരു മാതൃക അവരുടെ കയ്യിലില്ല. ഒരു റോഡ് മാപ്പ്, ക്ലിയർ ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് വെക്കാൻ അവരുടെ കയ്യിലില്ല. ആകപ്പാടെ ഉള്ള ഈ 10 വർഷം ഭരിച്ചു മുടിച്ചു. അതിൻ്റെ അകത്ത് ഒരു പരിധി ഒരു സത്യമുണ്ട്. കാര്യങ്ങൾ 10 വർഷത്തെ ദുർഭരണം എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്.
പക്ഷെ അതിനെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതെന്താണ്? അതായത് എങ്ങനെയാണ് ഈ ദുർഭരണം ജനങ്ങളെ നേരിട്ട് ബാധിച്ചത്, എന്തുകൊണ്ട് ഈ സർക്കാർ മാറണം എന്ന് വ്യക്തമായി ദുർഭരണം നീ നാമം ജപിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതെങ്ങനെ എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ജനവിശ്വാസ്യതയുള്ള കരുത്തുറ്റ നേതൃത്വവും സംഘടനാ പാഠവും ഉണ്ടാകണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രതിപക്ഷത്തിന് അത് ഇല്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇനിയും ഇടതുപക്ഷം ഇറങ്ങിക്കോട്ടെ, വികസനം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അവർ ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവർക്കത് എടുത്തു പറയാൻ ഒരു പേടിയുണ്ട്. കാരണം ഈ കേരളത്തിൽ ഈ സമയത്ത് നടന്നിട്ടുള്ള വികസന കാര്യങ്ങളുടെ ഒക്കെ എത്ര ശതമാനം അല്ലെങ്കിൽ ഏത് പരിധിവരെ ക്രെഡിറ്റ് അവർക്ക് എടുക്കാൻ കഴിയും? കാര്യം ഇവിടെ മറുവശത്ത് ഒരു മൂന്നാം ശക്തിയായി BJP ഇവിടെ നിൽക്കുന്നുണ്ട്. അതിശക്തമായ സാന്നിധ്യമായി മീഡിയയിലും സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും സാന്നിധ്യമായി BJP ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഇവിടെ നേരിട്ട് തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വരുന്നുണ്ട്. വളരെ ശക്തമായ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം BJPക്കുണ്ട്. കാര്യം വികസനം പറഞ്ഞ് കണ്ടമാനം അതിൽ സ്ട്രെസ് ചെയ്താൽ സാർ, തീർച്ചയായിട്ടും ഞാൻ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ മുന്നണികളുടെ വോട്ട് പ്രതീക്ഷയിലേക്കോ ഞാൻ വരാം. ഷിജോയിലേക്ക് ഒന്ന് പോവുകയാണ്, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് മൂവ്മെന്റ് നിന്നാണ്. ഷിജോ, ഇപ്പോൾ അതായത് യൂത്ത് പലരും നമ്മുടെ നാട്ടിൽ ഇല്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവര് പലപ്പോഴും തിരിഞ്ഞു ഓടുന്ന ഒരു സംഭവങ്ങളാണ് കാണുന്നത്. യൂത്തിന് പണ്ട് ഉണ്ടായിരുന്ന പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയവും ഒരു വികസനവും ഒന്നുമല്ലേ വേണ്ടത്? എന്താണ് യൂത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു കാഴ്ചപ്പാട്? വാസ്തവത്തില് നമ്മള് ജെൻസി എന്നൊക്കെ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിന്റെ യൂത്തിനെയൊക്കെ അങ്ങനെ വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ജെൻസിക്കും രാഷ്ട്രീയത്തിനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയത്തെ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. കാരണം ഏതൊരു രാജ്യത്തും രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്വവും പങ്കാളിത്തവും വികസനവും ഒക്കെ അവരുടെ കൈകളിലൂടെ മാത്രമേ സാധ്യമാകുന്നു എന്നുള്ളത് തിരിച്ചറിവ് ഇന്നത്തെ കാലത്ത് യുവത്വത്തിനുമുണ്ട്. പക്ഷേ യഥാർത്ഥ വികസനം എന്താണെന്നുള്ള വ്യക്തമായ ഒരു ദിശാബോധം ഇന്നിന്റെ തലമുറകൾക്കുണ്ടെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം നമ്മൾ വികസനത്തെ പറ്റിയൊക്കെ ഇന്നിന്റെ തലമുറയൊക്കെ ചർച്ച ചെയ്യുമ്പം പൊതുവെ രാഷ്ട്രീയ ബോധത്തോടു കൂടി നമ്മൾ വികസനത്തെ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിലവിലുള്ള MLA-മാരാണേലും മന്ത്രിമാരാണേലും അവരുടെ പ്രോഗ്രസ് കാർഡുകളൊക്കെ നമുക്ക് മുൻപിൽ പങ്കുവെക്കുമ്പം അവർ പണിതുയർത്തിയ കെട്ടിടങ്ങൾക്ക് ഇത്ര കോടി, അവർ പണിത ബസ് സ്റ്റോപ്പുകൾക്ക് ഇത്ര കോടി, അവർ പണിത റോഡുകള്, പാലങ്ങള്, ഇതൊക്കെയാണ് അവര് മനുഷ്യ സമൂഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ പറഞ്ഞു വെക്കുന്ന വികസനത്തിന്റെ കഥകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിന്റെ യുവത്വം ആഗ്രഹിക്കുന്നത് ഇവിടെ ജീവിക്കാൻ, ജനിച്ച മണ്ണില്, ജനിച്ച് പിറന്ന നാട്ടില്, അവർ വളർത്തിയെടുത്ത സൗഹൃദത്തിൽ, അവർ പഠിച്ച കലാലയത്തിലും ഒക്കെയായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മണ്ണിൽ ജീവിക്കാൻ, പടുത്തുയർത്തപ്പെടാൻ ഇന്നിന്റെ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇന്നിന്റെ യുവത്വം രാഷ്ട്രീയ നേതാക്കന്മാരോട്, രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കുടിയേറ്റം ഇന്ന് ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത്, ക്രീമി ജനറേഷൻ, ഈ രാജ്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ യുവത്വത്തെ ഇവിടെ പിടിച്ചു നിർത്താൻ, അവർക്ക് വളരാൻ, അവർക്ക് വികസിക്കാൻ സാധ്യതയുള്ള ഒരു നാടാണ് ഈ കേരളം എന്നും ഇന്ത്യ എന്നും അവരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വികസന അജണ്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ജെൻസി ജനറേഷനും വേണ്ടത്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണിൽ ജീവിക്കാൻ, ഞങ്ങളുടെ മണ്ണിൽ തന്നെ വളരാൻ, ഞങ്ങളുടെ മണ്ണിൽ തന്നെ വളർന്നുയരാനൊക്കെ സാധ്യതയും ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത ഇന്നിന്റെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഇവിടെ വലത്, ഇടത്, മൂന്നാം മുന്നണി അല്ലെങ്കിൽ BJP എന്നൊക്കെ പറയുന്ന പല പാർട്ടികളുമുണ്ട്. യുവത്വത്തിന് വളരാനായിട്ട് എന്താണ് ഞങ്ങൾ തുറന്നു തരുന്നത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തുറന്നു പറയാൻ, അത് ചർച്ചയാക്കാൻ, അത് വികസനത്തിന്റെ ഭാഗമാക്കാനായിട്ട് തയ്യാറാവണം. അതാണ്
തീർച്ചയായിട്ടും അതാണ് ഇന്നത്തെ ഇതിന്റെ ജനറേഷൻ മൊത്തം ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഷാബു സാർ, അങ്കിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഷിജോ പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് മുന്നണികൾ വന്നുകൊള്ളട്ടെ, ഏത് മുന്നണികൾ വേണമെങ്കിലും വികസനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ നിലനിന്ന് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. ഇത് ആരുടെ ഭാഗത്തുള്ള തെറ്റാണ്? ഇപ്പോൾ നമ്മൾ UDF, LDF, NDA എന്നൊക്കെ പറയാമെങ്കിലും പക്ഷേ ആത്യന്തികമായി ഇത് ആരുടെ ഭാഗത്താണ് ഈ തെറ്റുകൾ സംഭവിക്കുന്നത്? അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും പൊതുവെ അവർ ഒരു ദീർഘദൃഷ്ടിയോടുകൂടി ദീർഘകാല ലക്ഷ്യങ്ങളോടുകൂടി ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല. ഒരു 20 വർഷം, 25 വർഷം, 30 വർഷം അങ്ങനെ മുൻപോട്ട്. കാര്യം അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പും പരമാവധി അടുത്ത തെരഞ്ഞെടുപ്പ്, ആ അടുത്ത തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഇവരുടെ ദൃഷ്ടി പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പാണ് ഇവിടെ പ്രശ്നം. ഞാൻ ഈ 25 വർഷത്തേക്ക് അല്ലെങ്കിൽ 50 വർഷത്തിനപ്പുറത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്ത് ഞാനത് ജീവിച്ചിരിക്കുക പോലും ഉണ്ടാവില്ല. പിന്നെ എനിക്കെന്താ തലയ്ക്കെന്താ ഓളം? അന്നത്തെ തലമുറയ്ക്ക് അവരൊക്കെ എങ്ങനെങ്കിലും പഴിക്കട്ടെ, എനിക്കിന്ന് ജീവിച്ചാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവിടുത്തെ പ്രശ്നം. ദീർഘദൃഷ്ടിയോടുകൂടി കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ ഭരണാധികാരികൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ദുരിതമാണ് സത്യത്തില് ഇപ്പൊ ഇവിടെ ഷിജോ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കാണ് നാട്ടിൽ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഒരു 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന, എന്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് പരമാവധി എനിക്ക് പോയി വരാവുന്ന ഒരു ദൂരത്ത് ജോലി ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും, ഒരു ചെറുപ്പക്കാരുടെ ആയാലും ശരി, മാതാപിതാക്കളുടെ ആയാലും ശരി, ഒരു ഡ്രീം അല്ലേ അത് ഇറങ്ങിയത്? അത് എത്ര പേർക്ക് ഇവിടെ നടക്കുന്നുണ്ട്? അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത ഭരണകൂടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണത്. ഇപ്പം ഞാനിപ്പം താങ്കൾക്കറിയാം എന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് താങ്കൾക്കറിയാം. ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല. ഇവിടെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, നിശബ്ദമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വികസന ഇതുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതൊന്നും ഒരു ജനകീയമല്ല. എന്നാൽ ഒരു വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇതാ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വാണ്ടമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഈ ലോകം മുഴുവനും ഓയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധമായിട്ട് ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ 140 രാജ്യങ്ങളിൽ എന്തിന് ഈ ഓയിൽ കുഴിച്ചെടുക്കുന്ന മിഡിൽ ഈസ്റ്റിൽ വരെ പെട്രോളിനും ഡീസലിനും വില കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് കൂടിയിട്ടില്ല. എന്തുകൊണ്ടാണത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 മാസത്തേക്കുള്ള പെട്രോളിയം സ്റ്റോറേജ് നമുക്കുണ്ട്. വില കുറഞ്ഞ സമയത്ത് നമ്മൾ ധാരാളം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി നമ്മെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്ട് ചെയ്യില്ല. ഇതെങ്ങനെ നടക്കുന്നു? അതായത് 4000 കോടി ലിറ്റർ ക്രൂഡ് ഓയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു മംഗലാപുരത്ത്. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന കാര്യമാണിത്. ഇതും കൊണ്ട് ജനങ്ങളുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ കുറെ പെട്രോൾ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നു പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം. പക്ഷേ ഇതാണ് ദീർഘദൃഷ്ടിയോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ഗുണം. നമ്മളൊക്കെ അതിന്റെ ഗുണഭോക്താക്കളാണ് ഇപ്പം, അല്ലേ? അതുപോലെ ഇപ്പം ഈ രാജ്യത്ത് 2014 വരെ ഈ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്ന, അതായത് 10-60 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഉണ്ടായിരുന്നത് 14 കോടി LPG കണക്ഷനുകളായിരുന്നു. 14 കോടി വീടുകളിൽ LPG ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് അത് 35 കോടിയായി. ഇത് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടിയ ഒരു ഗുണം. അതുകൊണ്ടാണ് ഇപ്പൊ അത് LPG കിട്ടുന്നില്ല ഇതേ സർക്കാരിനെ ഇവർ ചീത്ത പറയുന്നതിന്റെ ഒരു കാരണം എല്ലാ കുടുംബങ്ങളിലും വീടുകളിലും LPG ഉള്ളത് കൊണ്ടാണത്. ഒരു ഗവൺമെന്റ് ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്ത ഒരു കാര്യമാണത്. പക്ഷെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇലക്ഷന് ചെന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല. സത്യത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ യുദ്ധം കാരണം ഉണ്ടായ ഈ LPGയുടെ ഒരു ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഗവൺമെന്റിന്റെ അഡ്വൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ തലമുറകൾ സുരക്ഷിതമാകുന്നത്. അതുപോലെ ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സെമി കണ്ടക്ടർ മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റും അവിടെ നടക്കുന്ന വിപ്ലവവും നമ്മളൊന്നും അറിയുന്നില്ല. കാര്യങ്ങള് ലക്ഷക്കണക്കിന് കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്ക്.
ഇതും കൊണ്ട് ജനങ്ങളുടെ മുമ്പിലോട്ട് ചെല്ലാൻ പറ്റും. ഒരു ഇലക്ഷന് ക്യാമ്പയിൻ ടൂളായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ച പ്രയോജനമുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലാക്കും? പക്ഷെ അതായത് ഇപ്പൊ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2047 പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ദീർഘദൃഷ്ടിയോടുകൂടി ദീർഘകാല പദ്ധതികളുമുണ്ട്, ഹ്രസ്വകാല പദ്ധതികളുമുണ്ട്. ഈ 2047 നരേന്ദ്രമോദി ജീവിച്ചിരിക്കുന്നുണ്ടാവുമെന്നോ കുറവ് ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് 97 വയസ്സുണ്ടാവും. ആലോചിച്ച് നോക്കണം. സത്യത്തിൽ ഇങ്ങനെ അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ നാടിനും വേണ്ടത് ദീർഘവീക്ഷണമുള്ള ഒരു നേതാക്കന്മാർ തന്നെയാണ്. ഒരു നേതാവ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ദീർഘവീക്ഷണമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഷിജോയിലേക്ക് ഇന്ന് വരട്ടെ. ഷിജോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വികസനം എങ്ങനെയുള്ളതാണ്? അതായത് ഇപ്പോഴത്തെ ഒരു യൂത്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാതയുടെ വികസനം അല്ലെങ്കിൽ തോടുകൾ, പുഴകൾക്ക് പാലം എന്നുള്ളതൊന്നുമല്ല, അല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു വികസന സങ്കല്പമാണ് എന്ന് നേരത്തെ ടോക്കിൽ ഷിജോ പറയുകയുണ്ടായി. ഷിജോയുടെ അഭിപ്രായത്തിൽ ഈ ന്യൂ ജനറേഷൻ വേണ്ട വികസനം എന്ന് പറയുന്നത് അത് എങ്ങനെയുള്ളതായിരിക്കണം? വാസ്തവത്തില് നമ്മള് വികസനത്തെ പറ്റി പങ്കുവെക്കുമ്പോഴേ നമ്മൾ യുവത്വം ആഗ്രഹിക്കുന്ന ഒരു വികസനം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ ഞാൻ ആദ്യമേ തന്നെ പങ്കുവെച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ജീവിക്കാനായിട്ടുള്ള ഒരു തൊഴിൽ സാധ്യത, മെച്ചപ്പെട്ട തൊഴിലല്ല, മെച്ചപ്പെട്ട തൊഴിൽ, ന്യായമായ ശമ്പളത്തോടു കൂടിയുള്ള ഒരു തൊഴിൽ സാധ്യത സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി ഏത് സർക്കാരും മുന്നോട്ട് വന്നാലും. കാരണം മുമ്പേ സംസാരം പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരു 20-30 വർഷത്തെ കേരളത്തെ നമ്മൾ മുന്നോട്ട് കാണുകയാണെങ്കിൽ യുവത്വം ഇല്ലാത്ത കേരളത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഷെക്കിന ന്യൂസ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. വാർദ്ധക്യമാകുന്ന കേരളത്തെ പറ്റിയൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യുവത്വമുള്ള നമ്മുടെ കേരളത്തെ നമുക്ക് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ യുവത്വമുള്ള കേരളം സൃഷ്ടിക്കണമെങ്കിൽ കേരളത്തെ സ്നേഹിക്കാനായിട്ട്, ഈ മണ്ണിൽ ജീവിക്കാനായിട്ടുള്ള സാധ്യത സൃഷ്ടിക്കാനായിട്ട് വളർന്നു വരുന്ന സർക്കാരുകൾക്ക്, ഇനി കടന്നു വരുന്ന സർക്കാരുകൾക്ക് സാധിക്കണം. അതാണ് പരമപ്രധാനമായ ഉത്തരവാദിത്വം. നമുക്കറിയാം, നേഴ്സിംഗ് മേഖലയിലെ സമരങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അവിടെ എല്ലാം പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മിനിമം വേതനം, ജീവിക്കാനുള്ള ന്യായമായ ശമ്പളം, അത് കൃത്യമായ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ യുവത്വത്തിന് മുൻപിൽ സൃഷ്ടിക്കണം. 2, സംരംഭങ്ങളുടെ സാധ്യത എന്ന് പറയുമ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സ്റ്റാർട്ടപ്പ് മിഷനുകൾ കുറെ കൂടി അടിസ്ഥാനപരമായ താഴ്ത്തട്ടുകളിലേക്ക് എത്തിക്കാനായിട്ട്, പ്രത്യേകിച്ച് പഞ്ചായത്ത് തലങ്ങളിലേക്കൊക്കെ ഈ സ്റ്റാർട്ടപ്പ് മിഷനുകൾ തുടങ്ങി യുവജനങ്ങളെ സംരംഭ മേഖലയിലേക്ക് കടന്നു വരാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കടന്നു വരുന്ന സർക്കാർ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ സംരംഭ മേഖലകളിലേക്ക് യുവത്വത്തിന് കടന്നു വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് യുവത്വം എല്ലാം വൈറ്റ് കോളർ ജോബുകളിലേക്ക് ഫോക്കസ് ആവാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവർ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. അത് എല്ലാവരുടെയും ഇന്നത്തെ കാലത്തെ യുവത്വം നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അവിടെ സംരംഭത്തിന്റെ സാധ്യത, സംരംഭത്തിലൂടെ എങ്ങനെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് വളർന്നു വരാമായിട്ട് യുവജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനായിട്ട് സർക്കാരുകൾ ശ്രമിക്കണം. 3-മതായിട്ട് നമുക്കറിയാം, ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ യുവത്വത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലഹരി എന്ന് പറയുന്ന മാരകമായ ആ ഒരു വസ്തുവിനെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് ധീരമായ നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് സർക്കാർ തയ്യാറാണ്. എങ്കിൽ മാത്രമേ നന്മയുള്ള, നേരുള്ള, ആർജവമുള്ള യുവത്വത്തെ പടുത്തുയർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. യുവത്വം ലഹരിക്ക് അടിമയായി തീർന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ സാധ്യതയും അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പം ന്യൂജൻ യുവത്വം ഈ ലഹരിക്ക് അടിമയാവാനായിട്ടുള്ള സാധ്യത ഇന്ന് കേരളത്തിന്റെ ഒരുപാട് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ലഹരിയുടെ ഒരു ഹബ്ബായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ ചെറുത്ത് തോൽപ്പിക്കാനും കൂടി സർക്കാർ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയം, ന്യൂജൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം അത്തരത്തിലുള്ളതാണെന്നാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കാൻ പറ്റുമെങ്കിൽ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമോ?
ഓക്കെ ഷാബ് സാർ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇരുന്ന ഒരു കാര്യമായിരുന്നു ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് ഗുണമുണ്ടാവുകയുള്ളൂ എന്ന ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോഴാണ് ഞാൻ ഷിജോയിലേക്ക് പോയത്. എന്ത് രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആഗ്രഹിക്കുന്ന വികസനം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷിജോ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു യൂത്തിന് വേണ്ടിയുള്ള വികസനങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്? ഒരു പരിധി വരെ നമുക്കത് അംഗീകരിക്കേണ്ടി വരും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഷിജോ പറഞ്ഞതുപോലെ നിങ്ങളിവിടെ ചർച്ച പോലെ കേരളം ഇന്ന് വൃദ്ധസദനങ്ങളുടെ ഒരു നാടായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർ എന്ത് ചെയ്യും? ഈ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കണ്ടേ? അവർക്കും മുമ്പോട്ടുള്ള ഇത് വേണ്ട. കാര്യം നാട്ടിലെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്, മാതാപിതാക്കളുണ്ട് എന്ന് കരുതി അവർക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ജോലി തേടി തൊഴിൽ തേടി പോകേണ്ടി വരുന്നു. അത് എന്തുകൊണ്ടാണത്? അതിന്റെ കാരണം ഈ വളരെ ലളിതമാണത്. ഇത് നേരത്തെ ഒരു 25-30 വർഷം മുമ്പ് ഈ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പലപ്പോഴും അത് ഈ പറഞ്ഞ പോലെ അൺപോപ്പുലർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതിന് ധൈര്യമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിന് ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി പോലും വരില്ലായിരുന്നു. അതാണ് അത് നമുക്കത് വളരെ വേദനയോടുകൂടി അംഗീകരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ യൂത്ത് ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ ഗൾഫിലും ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന യൂത്തിന് ഒന്നും വേണ്ട. അത് ഈ പറഞ്ഞല്ലോ, അവിടെ കിട്ടുന്ന വരുമാനമില്ല. അതിന്റെ ഒരു 50% വീടിനടുത്ത് അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ അച്ഛനെയും അമ്മയും പരിപാലിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇവർ പോവില്ല. അത് പോകാതിരുന്നതിന്റെ കാരണം അതിനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടായില്ല. പിന്നെ ഈ സംരംഭങ്ങളുടെ കാര്യം, സ്വന്തമായി സംരംഭങ്ങൾ ചെയ്യാനുള്ള ബിസിനസ് ചെയ്യാനുള്ള ഒരു എക്കോ സിസ്റ്റവും നമ്മുടെ നാട്ടിലില്ല. എന്ത് വിശ്വസിച്ച് ഈ കേരളത്തിൽ മുതലിറക്കും? റോജി, നമുക്കറിയാം ഇവിടെ മുതലിറക്കിയ പലരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇവിടെ തൊഴിലുണ്ടാകണമെങ്കിൽ എന്താണ് വേണ്ടത്? തൊഴിലുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരണം, വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വരണം. കാര്യം അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും കാലത്തെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റുകൾ, മുതലാളിമാർ അത് നമ്മളെ ചൂഷണം ചെയ്ത് നമ്മുടെ ചോര ഊറ്റി കുടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ ഒരു ഭീകര രൂപം ഇതാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും ഞാനൊന്ന് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രനിലേക്കും കൂടി ഒന്ന് പോകട്ടെ. നമ്മൾ മുന്നോട്ട് വെച്ച പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് വികസനമാണോ അതോ വിവാദമാണോ എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് നമ്മൾ മുന്നോട്ട് വെച്ചത് ഈ അപരന്മാർ പ്രധാന നേതാക്കന്മാർക്കൊക്കെ വലിയൊരു വെല്ലുവിളി ആകുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ, അങ്ങ് കേൾക്കാമെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു അങ്ങയുടെ ക്യാമറ മ്യൂട്ടാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ്. ഈ അപരന്മാർ പല നേതാക്കന്മാർക്കും പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ ഈ അപരന്മാരുടെ ശല്യം വളരെയേറെ കൂടുതലാണ്. ഇന്നലെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടുകൂടി കുറച്ചൊക്കെ അപരന്മാർ പിന്നോട്ട് പോയെങ്കിലും ഇനിയും നിരവധി അപരന്മാർ തന്നെയാണ് ഉള്ളത്. ഇത് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഒരു വെല്ലുവിളിയായി തീരുകയും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ആ ഭംഗി അതിനെ അങ്ങ് ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ. എനിക്ക് ചോദിച്ച ചോദ്യം വ്യക്തമായിരുന്നില്ല, കാരണം സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ, അതായത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം പലപ്പോഴും അപരന്മാരെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ സൂക്ഷ്മ നിരീക്ഷണം കഴിഞ്ഞതോടുകൂടി തന്നെ കുറച്ചൊക്കെ അപരന്മാർ ഒഴിവായെങ്കിലും ഇനിയും ധാരാളം പേർ നിൽക്കുന്നു. ഈ അപരന്മാരെ, ഒരേ പേരുകാരെ, നാമധാരികളെ നിർത്തുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ശോഭ, അതിന്റെ ഒരു ഭംഗിയെ കെടുത്തുന്നതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ജനാധിപത്യത്തിൽ മത്സരിക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോ പേരുകൾ തേടി പോകുന്നതും, ഇന്നലെ നമ്മൾ കണ്ടു ക്യാമറമാന്മാര് വളഞ്ഞപ്പോഴേക്കും ഒരു അപരൻ ഓടിപ്പോകുന്നതും, എവിടെയാണ് നിങ്ങളുടെ വീടെന്ന് ചോദിച്ചുകൊണ്ട് ചാനലുകാർ അയാളുടെ പുറകിൽ പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഈ അപരന്മാരെ നിർത്തുന്ന പ്രവണത
നമ്മള് ധാർമ്മികമായി നോക്കിയാൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ട് അവരുടെ എതിരാളികളെ നേരിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണത്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലുമാണ്, മാത്രമല്ല സാക്ഷര കേരളമാണല്ലോ, പ്രബുദ്ധ കേരളം സാക്ഷര കേരളമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേര് അത് വലിയ പ്രശ്നങ്ങളൊന്നും ആവില്ല. എല്ലാവർക്കും അറിയാം അവരവരുടെ ചിഹ്നങ്ങളും, കാരണം അതൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ളവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലത് വലിയൊരു വിഷയമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല 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 ഇതിനേക്കാളും മാം മാം ഷോക്ക് മാം കെടുത്തുന്നത് ഇത് നോക്കൂ, ജനാധിപത്യത്തില് ആർക്ക് വേണേലും മത്സരിക്കാം എന്നുള്ള വസ്തുത അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് ഒരേ പേരുള്ള ആരെ തേടിപ്പിടിച്ച് പല സ്ഥലങ്ങളിലും പോയി അവരെ കൊണ്ട് എതിർ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് നിർത്തുന്നു. ഇതൊരു ധാർമ്മിക പ്രശ്നമല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദ്യം. അല്ലാതെ ബാക്കിയൊക്കെ ഓക്കെ, ആർക്ക് വേണമെങ്കിലും നിൽക്കാമെന്നുള്ളൂ. ഇതിനകത്ത് ധാർമ്മികത, ഒരു സത്യസന്ധത എന്നൊക്കെയുള്ള ഒരു കുറെ മൂല്യങ്ങളും ഒക്കെ ഉള്ള ഒന്ന് തന്നെയായി മാറണ്ടേ ഈ രാഷ്ട്രീയ പ്രവർത്തനവും? ഞാൻ അതിലെ ധാർമ്മികതയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. കാരണം പക്ഷെ ഇതിലും അധാർമികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തികൾ ജനാധിപത്യത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഈ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഈ പേര് കൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിഹ്നം തന്നെയാണ് എല്ലാവരും മുഖ്യമായിട്ടും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വിഷയമാവില്ല തെരഞ്ഞെടുപ്പിൽ. ഓക്കെ, ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കണം, കാരണം അങ്ങ് കുറച്ച് താമസിച്ചാണല്ലോ വന്നത്. അതായത് ഇപ്പോഴത്തെ ജെൻസി തലമുറ രാഷ്ട്രീയത്തെ കാണുന്ന അവരുടെ വികസന കാഴ്ചപ്പാടുകളൊക്കെ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അത് പലപ്പോഴും ഇപ്പോൾ ഷിജോ നമ്മളോട് പറയുകയുണ്ടായി, അവരുടെ വികസന സ്വപ്നങ്ങൾ എന്ന് പറയുന്നതൊന്നും പാലിക്കപ്പെടാൻ പലപ്പോഴും ഈ മുന്നണികൾക്കോ അല്ലെങ്കിൽ സർക്കാരുകൾക്കോ കഴിയുന്നില്ല എന്ന്. അതിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശ സർവകലാശാലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇവിടെ ഒരു വിദേശ സർവകലാശാലയുടെ ക്യാമ്പസ് വരുന്നതിന് വേണ്ടിയിട്ട് 2014 ഉമ്മൻചാണ്ടി സർക്കാർ ആ ആശയം മുന്നോട്ട് വെച്ച് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ വിചക്ഷണനായ ശ്രീ TP ശ്രീനിവാസന് നേരെ SFI എന്ന് പറയുന്ന സംഘടന അതിക്രൂരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ പറയുന്ന 10 വർഷക്കാലം അല്ല 20 വർഷത്തോളം നമ്മളെ പിന്നോട്ടടിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കാതെ കൊണ്ട് വന്നത്. പക്ഷെ അതേ ആളുകൾ തന്നെ ഇപ്പോൾ അധികാരത്തിൽ കയറിയപ്പോൾ വിദേശ സർവകലാശാല ക്യാമ്പസ് ഇവിടെ കൊണ്ടുവരുന്ന കാര്യമാണ് മെയിനായിട്ട് എടുത്തതെന്ന് ആലോചിക്കണം. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നോക്കും. നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുകയാണ്. FIUGP എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നിട്ട് ഇവിടെ മതിയായ രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ഒരു കോളേജിലും ഇല്ല. 4 വർഷ ബിരുദം എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷെ അതിലെ സിലബസുകൾ പലതും അപൂർണമാണ്. ആ സിലബസുകളിൽ തന്നെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ചതുപോലാണ്. കുപ്പി പോലും പുതിയതല്ലെന്ന് പറയാം, ലേബല് വേണം പുതിയതെന്ന് പറയാം. അത്രമാത്രം രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു കിടക്കുകയാണ്. ഈ പറയുന്ന പോലെ തന്നെ FIUGP ആസ്പദമാക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നെങ്കിലും അതിനകത്ത് യാതൊരുവിധ രീതിയിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളില്ല. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ പലയിടത്തും കുട്ടികൾക്ക്, വളരെ സാധാരണക്കാരായ കുട്ടികൾക്ക് ആയിരക്കണക്കിന് രൂപ പുറത്തു കൊടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇവിടെ നമ്മുടെ ക്യാമ്പസുകൾക്ക് തന്നെ മതിയായ സൗകര്യങ്ങൾ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ലാബുകൾ, പല കോളേജുകളിലും ലാബുകളൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാണ് പ്രവർത്തിക്കുന്നത്. മെയിൻ്റനൻസിനുള്ള ഫണ്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ, അത് മാത്രമല്ല പുതിയ സാങ്കേതികത്വത്തിലൂന്നിയ കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ സയൻസിൽ സബ്ജക്റ്റുകളിൽ പോലും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ യുവതലമുറ നിരാശരാണ് എന്ന് പറയാതെ വയ്യ. തീർച്ചയായും. ഷാബു സാർ, സമയം കുറഞ്ഞത് കൊണ്ട് 1 മിനിറ്റിൽ ഒന്ന് ചുരുക്കിയേക്കണേ. അതായത് ഇപ്പോൾ ഈ 10 വർഷത്തെ ഒരു ഭരണം യുവാക്കൾക്കിടയിൽ ഉണ്ടായേക്കുന്ന വല്ലാത്തൊരു അവമതിപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ 3 പേരും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യമായ ഒരു കാര്യം. പ്രേക്ഷകർ എങ്ങനെയാണ് അതിനെ എടുത്തത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു തുടർ ഭരണത്തെ കുറിച്ച് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? അങ്ങ് എങ്ങനെയാണ് അത് വിചാരിക്കുന്നത്? ഇല്ല, ഇതിപ്പോ ഇടതു മുന്നണിയായാലും ശരിക്കും ഇത് LDF ആയാലും UDF ആയാലും അത് തുടർഭരണം തന്നെയാണ്. കാര്യം ഇവര് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് LDF-ന്റെ തുടർഭരണമെന്നോ UDF-ന്റെ തുടർഭരണമെന്നോ പറയുന്നതിന്റെ അർത്ഥമൊന്നുമില്ല. തുടർഭരണം തന്നെയാണിത്. ഇവർ ഈ പറഞ്ഞ പോലെ എന്താണ്, ഇരട്ട മക്കളാണത്. അല്ലാതെ കാര്യം എന്താണ് ഇവരുടെ നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവരുടെ സംഭാവനകളുള്ള വ്യത്യാസം എന്താണ്? ഇവരുടെ പ്രവർത്തന രീതികളുടെ വ്യത്യാസം എന്താണ്?
എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. ഓക്കെ, ഈ തീർച്ചയായിട്ടും. വ്യത്യാസം ഒന്നും ഓക്കെ ഇവിടെ ഓക്കെ, തീർച്ചയായിട്ടും സാർ. ഒരു മാം, മിനിറ്റ്, അങ്ങ് കേൾക്കാമോ? ഒരു മിനിറ്റ്. ഷാബു സാർ ഇപ്പോൾ അതെ, ചോദിച്ച ഒരു ദേശീയ ഷാബു സാർ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അത് തുടർഭരണമാണ്. കാരണം ഇവർ തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ് എന്നുള്ളതാണ് ഷാബു സാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. അങ്ങേക്ക് അതിന് മറുപടി എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം മൂന്നാമതായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പോഴും ബഹിഷ്കരിച്ചിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിനകത്തെ അപാകതകൾ സമൂഹത്തിൽ വളരെ ചർച്ചയായതാണ്. ഈ 4 വർഷ ബിരുദം പോലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോ അദ്ദേഹം ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറച്ചുകൂടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സീരിയസ് ആയിട്ട് കണ്ടിരുന്ന ഒരു സർക്കാരായിരുന്നു UDFന്റെ സർക്കാർ. അത് നിസ്സംശയം നമുക്ക് പറയാം. പല പദ്ധതികൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ മണ്ഡലങ്ങളിലും കോളേജുകൾ തുടങ്ങി വെച്ചതും ഒക്കെ ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ അതൊക്കെ നമ്മള് കണ്ടിരുന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, തീർച്ചയായും. ഷിജോയിലേക്ക് കൂടി ഒരു പ്രാവശ്യം കൂടി ഷിജോയിലേക്ക് വരികയാണ്. അതായത് യുവാക്കളുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം, ഇനിയിപ്പോ ഒരു സർക്കാർ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഒന്ന് മുന്നോട്ട് വെക്കുന്നു എന്ന് പറയാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇനി ഏത് സർക്കാർ മുൻപോട്ട് വന്നാലും, ഇനി ഇടതാണേലും വലതാണേലും, ഇനി എല്ലാവരും അട്ടിമറിച്ച് NDA വന്നാലും ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ, യുവത്വത്തിന് മുന്നോട്ട് വെക്കാനായിട്ട് യുവത്വത്തെ ഊന്നിക്കൊണ്ടുള്ള ഒരു വികസന അജണ്ട തയ്യാറാക്കിയെങ്കിൽ മാത്രമേ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിന് മുൻപോട്ട് ഭാവി ഉണ്ടാവത്തുള്ളൂ എന്നൊരു തിരിച്ചറിവ് ആര് വന്നാലും ഉണ്ടാവണമെന്നുള്ളതാണ് നമുക്ക് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്നാമതായിട്ട് ഇതിനെ ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുക. തൊഴിൽ സാധ്യത നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു സാധ്യത സൃഷ്ടിക്കുക എന്നുള്ളത് സർക്കാരിന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ്. രണ്ടാമതായിട്ട് മാന്യമായ ശമ്പളം, തൊഴിൽ ചെയ്യുന്നതിന് മാന്യമായ ശമ്പളം ഉറപ്പുവരുത്തേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെ വലിയൊരു ഉത്തരവാദിത്വം, അവകാശമാണ്. അത് ഉറപ്പുവരുത്താനായിട്ട് സർക്കാരിന് ശ്രമിക്കണം. 3, പിൻവാതിൽ നിയമനങ്ങൾ തടഞ്ഞുകൊണ്ട് മുൻവാതിലിൽ കൂടി തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ യുവജനങ്ങളെ പ്രവേശിപ്പിക്കാനായിട്ടുള്ള ധീരമായ നിലപാട് ഏത് പാർട്ടിയുടെ സർക്കാർ വന്നാലും ശ്രമിക്കണം. അവരുടെ കൊടി പിടിക്കുന്ന യുവജനങ്ങൾക്ക് ജോലി എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി അർഹതപ്പെട്ട വിദ്യാർത്ഥികള്, കുട്ടികള് പഠിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കുന്ന, സർക്കാർ മേഖലയ്ക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനം, അതിനുവേണ്ടി തെരുവിൽ സമരം ചെയ്യാനായിട്ടുള്ള സാധ്യത സൃഷ്ടിക്കാതിരിക്കാനായിട്ട് സർക്കാരുകൾ ശ്രമിക്കണം. ഞാൻ മുന്നേ പങ്കുവച്ചതുപോലെ സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യത കൊടുക്കുക, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യത, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി ഒരു ഗ്രാന്റോ ഫണ്ടോ സബ്സിഡിയോ ഒക്കെ പ്രദാനം ചെയ്യാനായിട്ട് സർക്കാരിന് സാധിച്ചാൽ സംരംഭ മേഖലയെ വളർത്താനായിട്ടും അതിലേക്ക് കടന്നു വരാനായിട്ടും യുവജനങ്ങൾക്ക് സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒന്നാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവിടെ ചർച്ചയാകേണ്ടത് വികസനങ്ങളാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അത് ചർച്ച ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എത്രത്തോളം അത് ജനങ്ങൾക്ക് വെളിവാകും എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ്. എന്നാലും വൈകുന്നേരം ചർച്ച ഇവിടെ പൂർത്തിയാകുകയാണ്. പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.